കാത്തിരിക്കുന്ന പ്രവാചകൻ, പ്രപഞ്ചം പ്രവചിച്ച പ്രവാചകൻ. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാർ, സഹോദരന്മാർ, ഈ സദസ്സിൽ ദമ്പതികളായിട്ടുള്ള ഇണകളുണ്ട്, ഭാര്യ ഭർത്താക്കളുണ്ട്. ഒരു ചരിത്രം നിങ്ങളുടെ മുമ്പിൽ ആദ്യമായി ആമുഖമായും പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അങ്ങകലെ അറേബ്യൻ മണലാരുണ്യത്തിൽ രണ്ട് ദമ്പതികൾ ചെറിയ ഒരു കുടിലിൽ താമസിക്കുന്നു. ഒരിക്കൽ തൻ്റെ പ്രിയതമൻ രാത്രി അന്തിയുണ്ണാൻ വീട്ടിലേക്ക് കടന്നു വന്ന് തൻ്റെ സഹധർമ്മിണിയോട് ചോദിച്ചു, ഇന്ന് കഴിക്കാൻ വല്ലതുമുണ്ടോ? ഇത് കേട്ടപാടെ തൻ്റെ ഭാര്യ ഒന്ന് വിഷമിച്ചുപോയി. ഇന്ന് രാത്രി, ഇന്ന് അന്തിയുണ്ണാൻ വീട്ടിൽ ഒന്നുമില്ലല്ലോ. അദ്ദേഹം അത് കേട്ട മാത്രയിൽ വിശന്നു വന്ന ആ സഹോദരൻ എടുത്തു വച്ച കാല് പിറകോട്ട് വെച്ച് അങ്ങ് അലക്ഷ്യമായി നടക്കുക. നടന്ന് പരിശുദ്ധമായ ഹറമിലെത്തി. ഹറമിൻ്റെ തൊട്ടടുത്തായി താമസിക്കുന്ന വ്യക്തിയാണ്. ഹറമിൽ വന്ന് പരിശുദ്ധമായ കഅബയെ കണ്ട മാത്രയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സന്തോഷത്തിൻ്റെ കുളിർ വാരിയിട്ടു. അങ്ങനെ അദ്ദേഹം കഅബയെ കണ്ടു. സന്തോഷത്തിൽ അങ്ങനെ നടക്കുമ്പോൾ അങ്ങകലെ ഒരു സഞ്ചി കാണുന്നു. അദ്ദേഹം അടുത്തേക്ക് നടന്നു. ആ സഞ്ചി എന്താണെന്ന് എടുത്തു നോക്കുമ്പോൾ അതിൽ സ്വർണ്ണ നാണയമാണ് കാണാൻ കഴിയുന്നത്. എണ്ണി നോക്കി, 1000 സ്വർണ്ണ നാണയം. വീണ്ടും എണ്ണി തിട്ടപ്പെടുത്തി, അതെ, 1000 സ്വർണ്ണ നാണയം. അദ്ദേഹം അതെടുത്ത് എൻ്റെ പട്ടിണിക്കും പരിവട്ടത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സമ്മാനമാണ് എന്ന് വിചാരിച്ച് തൻ്റെ വീട്ടിലേക്ക് സന്തോഷത്തിൻ്റെ ആധിക്യത്താൽ അദ്ദേഹം പറക്കുകയാണ്. വീട്ടിലേക്ക് ചെന്നു തൻ്റെ സഹധർമ്മിണിയോട് പറഞ്ഞു, ഇതാ എനിക്കൊരു പണസഞ്ചി കിട്ടിയിട്ടുണ്ട്. നോക്കുമ്പോൾ 1000 ദീനാർ അതിലുണ്ട്. അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടെ പറയുമ്പോൾ, വാചാലനായി കൊണ്ട് ഭാര്യയോട് സംസാരിക്കുമ്പോൾ ഇത് കണ്ട് തൻ്റെ ഭർത്താവിൻ്റെ വാചാലത കണ്ട് ആ സഹോദരി സന്തോഷിക്കുകയില്ല. ആ സഹോദരിക്ക് മുഖത്തൊരു വാട്ടം. മനുഷ്യൻ ചോദിച്ചു, എന്തിനാണ് നിന്റെ മുഖത്തൊരു മ്ലാനത? ആ സമയത്ത് ആ ഭാര്യ, ആ സഹധർമ്മിണി പറഞ്ഞു, നിങ്ങൾക്ക് ഈ പണസഞ്ചി കിട്ടിയത് എവിടെയെന്നാണ്? ഹറമിൽ നിന്നുമാണ്, പരിശുദ്ധമായ ഭവനത്തിൻ്റെ അടുത്തു നിന്നുമാണ്. അത് നമുക്കൊരിക്കലും എടുക്കാൻ പാടുള്ളതല്ല. അന്യന്റെ മുതലാണ്. അത് അതിൻ്റെ ഉടമസ്ഥനെ കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ് അത് ഏറ്റുവാങ്ങാൻ ആ പെണ്ണ് തയ്യാറായില്ല. ധർമ്മബോധമുള്ള, സദാചാര ബോധമുള്ള ആ സ്ത്രീ തൻ്റെ ഭർത്താവിനോട് പറയുന്നത് ഇത് നമുക്ക് അനുവദനീയമല്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. പട്ടിണിയും പരിവട്ടമായി കിടക്കുന്ന നമ്മൾ ചിന്തിക്കും, ഇത് അല്ലാഹു തആല എനിക്ക് നൽകിയതായ വലിയ ഒരു അനുഗ്രഹമാണെന്ന് വിചാരിച്ച് അത് ഉടമസ്ഥനാരെയൊന്നും ചിന്തിക്കൂല. നാം അത് യഥേഷ്ടം ഉപയോഗിക്കും. പക്ഷേ ആ പെണ്ണ് പറഞ്ഞു, ഇത് നമുക്ക് ഹലാലല്ലാത്ത മുതലായത് കൊണ്ട് ഇതിന്റെ ഉടമസ്ഥനെ കണ്ടെത്തണമെന്ന് പറഞ്ഞപ്പോൾ ആ പ്രിയപ്പെട്ട സഹോദരൻ സങ്കടത്തോടുകൂടെ തിരിച്ചു പോവുകയാണ്. അദ്ദേഹം ചിന്താനിമഗ്നനായി, ഞാൻ ഇനി എവിടെ ചെന്നെത്തും ഇതിന്റെ ഉടമസ്ഥനെ? അങ്ങനെ തിരിച്ചു പരിശുദ്ധമായ ഹറമിൽ ചെന്നപ്പോൾ അവിടെ ഒരു ശബ്ദം കേൾക്കുന്നു,
മൻ വജദ കീസൻ ഫീഹി അൽഫു ദീനാർ, മൻ വജദ കീസൻ ഫീഹി അൽഫു ദീനാർ. 1000 ദീനാറുള്ള ഒരു പണസഞ്ചി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ആർക്കെങ്കിലും കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ, എന്ന് അന്വേഷിക്കുമ്പോൾ ഈ ശബ്ദം അദ്ദേഹത്തിന്റെ കർണപുടത്തിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം വിചാരിച്ചു, തേടിയ വള്ളി കാലിൽ തന്നെ ചുറ്റിയല്ലോ. അങ്ങനെ അദ്ദേഹം ആ മനുഷ്യന്റെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു, ഈ കാണുന്ന പണസഞ്ചിയല്ലേ നിങ്ങൾ അന്വേഷിക്കുന്നത്? അതെ, ഇതാ നിങ്ങൾ പിടിച്ചോളൂ നിങ്ങളുടെ പണസഞ്ചി. അതിൽ 1000 ദീനാർ ഉണ്ടോ എന്ന് എണ്ണി നോക്കുക, നിങ്ങൾ അത് തൃപ്തിപ്പെടുത്തുക എന്ന് ഈ മനുഷ്യൻ ആ അന്വേഷിച്ച് വന്ന വ്യക്തിയുടെ അടുക്കലേക്ക് ആ പണസഞ്ചി കൊടുക്കുകയും അത് എണ്ണി തിട്ടപ്പെടുത്തുകയും 1000 ദീനാറുണ്ട്. അപ്പോൾ ആ ഉടമസ്ഥനായ മനുഷ്യൻ പറയുന്നു, ഈ 1000 ദീനാർ നിങ്ങൾക്കുള്ളത് തന്നെയാണ്. തിരിച്ച് ആ മനുഷ്യന്റെ, പാവപ്പെട്ട മനുഷ്യന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കൂട്ടത്തിൽ 9000 ദീനാറുള്ള മറ്റൊരു പണസഞ്ചിയും ആ മനുഷ്യന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഇതിത്രയും നിങ്ങൾക്കുള്ളതാണ്. 10000 ദീനാറുള്ള പണസഞ്ചി നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞ ആ മനുഷ്യന്റെ കയ്യിലേക്ക്, കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ ആ പാവപ്പെട്ട മനുഷ്യൻ അവിടെ നിന്ന് വിചാരിക്കുന്നു, എന്നെ കളിയാക്കുകയാണോ, എന്നെ ഇദ്ദേഹം പരിഹസിക്കുകയാണോ, എന്തിനാണ് എന്നെ കളിയാക്കുന്നത്? ആ മനുഷ്യൻ അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങളെ കളിയാക്കുകയല്ല, ഇതിന് അർഹനാണോ നിങ്ങൾ? 10000 ദീനാറും നിങ്ങൾക്കുള്ളതാണ്. എന്തൊരത്ഭുതമാണ് ഞാൻ കേൾക്കുന്നത്! ഈ 10000 ദീനാറും എനിക്കുള്ളതാണോ? അതെ, നിങ്ങൾക്കുള്ളത് തന്നെയാണ്. ഈ മനുഷ്യൻ, അതായത് പണസഞ്ചി നഷ്ടപ്പെട്ടു പോയെന്ന് തിരക്കിയ ആ മനുഷ്യൻ, അവിടെ നിന്ന് ഞാൻ നിങ്ങൾക്ക് ചരിത്രം വിശദീകരിച്ചു തരാം, കാര്യം ബോധ്യപ്പെടുത്തി തരാം. എനിക്കൊരു പണക്കാരനായ സഹോദരനുണ്ട്, ഒരു കൂട്ടുകാരനുണ്ട്. അങ്ങകലെ ഇറാഖ് എന്ന രാജ്യത്ത് എനിക്കൊരു കൂട്ടുകാരനുണ്ട്. ആ കൂട്ടുകാരൻ പണക്കാരനാണ്. അദ്ദേഹം 10000 ദീനാർ എന്റെ കയ്യിൽ ഏൽപ്പിക്കുകയുണ്ടായി. എന്നിട്ട് എന്നോട് പറഞ്ഞു, 1000 ദീനാർ ഒരു സഞ്ചിയിലാക്കണം, എന്നിട്ട് അത് ഹറമിന്റെ ഒരു ഭാഗത്തേക്ക് ഉപേക്ഷിക്കണം. കുറച്ചു കഴിഞ്ഞതിന് ശേഷം ആ 1000 ദീനാർ ആരാണ് എടുത്തതെന്ന് അന്വേഷിക്കണം. അന്വേഷിച്ച് തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ കൊണ്ടു തരുന്ന മനുഷ്യന് ഈ 9000 ദീനാറും ഏൽപ്പിക്കുക. അങ്ങനെ 10000 ദീനാർ ആ മനുഷ്യനാണ് കൊടുക്കേണ്ടത്. ആ മനുഷ്യൻ അർഹതയുള്ളതാണ് എന്ന് എന്നോട് എന്റെ കൂട്ടുകാരനായ പണക്കാരനായ മനുഷ്യൻ പറഞ്ഞു, സഹോദരൻ പറഞ്ഞു. എന്തേ കാരണം? 10000 ദീനാർ ആ മനുഷ്യന് കൊടുത്താൽ 1000 ദീനാർ കിട്ടി. അത് തിരിച്ചേൽപ്പിക്കുന്ന മനുഷ്യൻ സദാചാര ബോധമുള്ള മനുഷ്യനായിരിക്കും, നല്ല മനുഷ്യനായിരിക്കും. ആ കുടുംബം നല്ല കുടുംബമായിരിക്കും. അതുകൊണ്ട് അവിടെ പട്ടിണിയും പരിവട്ടവും നീങ്ങുവാൻ അവർക്ക് ആവശ്യമുള്ളത് അതിൽ നിന്നും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് അവർ വേറെയും ധർമ്മം ചെയ്തേക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ 10000 ദീനാർ സദഖ ചെയ്തതിന്റെ പ്രതിഫലം, ധർമ്മം ചെയ്തതിന്റെ പ്രതിഫലം എനിക്ക് എന്റെ യജമാനനായ അല്ലാഹു എനിക്ക് നൽകുമെന്നുള്ള ഉത്തമ ബോധമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ നിർദ്ദേശിച്ചത് എന്ന് ആ ഇറാഖിലെ പ്രിയപ്പെട്ട പണക്കാരനായ സഹോദരൻ പറഞ്ഞു. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ആ പെണ്ണിന്റെ, തന്റെ സഹധർമ്മണിയുടെ, തന്റെ പ്രാണയസരിയുടെ ആ സദാചാര ബോധം സ്വന്തം ഭർത്താവിനെയും കുടുംബത്തിനെയും കോടീശ്വരനാക്കി. പറഞ്ഞു വന്നത്, എത്ര വലിയ വേദനകളും യാതനകളും കടിച്ചമർത്തി ജീവിക്കേണ്ടി വന്നാലും നമ്മുടെ സദാചാര ബോധം നമ്മിൽ നിന്നും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. വീണ് കിട്ടിയ സ്വത്ത് നമുക്ക് അവകാശപ്പെട്ടതല്ല. വിശുദ്ധമായ
ഇസ്ലാം പഠിപ്പിക്കുന്നു, ഒരു മനുഷ്യന് സമ്പത്തോ പണമോ ദീനാറോ ദിർഹമോ സ്വർണമോ കളഞ്ഞു കിട്ടിയാൽ അവൻ പള്ളിയുടെ ഉമ്മരപ്പടിയിൽ 1 കൊല്ലം പരസ്യം ചെയ്യണമെന്നും അങ്ങാടികളിൽ ഇഞ്ഞത് കിട്ടിയിട്ടുണ്ട് എന്ന് പരസ്യം ചെയ്യണം 1 കൊല്ലം. അതിന് ശേഷം അവൻ അത് ഉപയോഗിക്കാമെങ്കിലും ഇതിന്റെ ഉടമസ്ഥൻ എന്നെ കാണുകയും അതിന്റെ ഉടമസ്ഥൻ വന്ന് അന്വേഷിച്ച് കണ്ടെത്തി കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കുവാനുള്ള ബാധ്യതയുമുണ്ട് എന്ന് മനസ്സിലാക്കി നിനക്ക് സ്വന്തമാക്കാം എന്ന് വിശുദ്ധമായ ഇസ്ലാം അന്യ ഒരുത്തന്റെ 1 രൂപ പോലും അപഹരിച്ചെടുക്കുവാൻ, അന്യായമായി എടുക്കുവാൻ ഇസ്ലാം കൽപ്പിക്കുന്നില്ല. ഹലാലും ഹറാമും വ്യക്തമാണ്, ഹലാലും ഹറാമും വ്യക്തമാണ്. ഈ ഹലാലും ഹറാമും പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് ലോകൈക ഗുരു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് ഭൂജാതനായത്. ലോകം കാത്തിരുന്ന പ്രവാചകൻ എന്ന വിഷയമാസ്പദമാക്കി നിങ്ങളോട് ഞാൻ സംസാരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കുക, അന്ത്യപ്രവാചകരായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രം, ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൃഷ്ടിപ്പ്, ആ പ്രവാചകനെ ആരാണ് കാത്തിരുന്നത്, എന്തിനാണ് കാത്തിരുന്നത്? അനാദ്യനും അരൂപനുമായ അല്ലാഹു തആല അവന്റെ വേണ്ടുകയനുസരിച്ച് അവന്റെ തിരുദൂതരിൽ അന്തിമനും ഇഹലോകത്ത് ആഗതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ സാരസ്വരൂപ പ്രകാശത്തെ, അവന്റെ നിത്യ പ്രോജ്വല നിസ്തുല പ്രകാശത്താൽ ആദ്യമായി അല്ലാഹു തആല സൃഷ്ടിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ സാരസ്വരൂപ പ്രകാശത്തെയാണ് സൃഷ്ടിക്കുന്നത്. ലോകത്ത് ആദ്യമായി, ലോകമെന്നല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദാത്ത് കഴിഞ്ഞാൽ പിന്നെ ആദ്യമായി അല്ലാഹു തആല പടക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകാശമാണ്. ആ പ്രകാശത്തിൽ നിന്നുമാണ് സർവ സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിക്കുന്നത്. നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് ഞാൻ ഇങ്ങോട്ട് ചോദിക്കുകയാണ്. നിങ്ങൾ ചിന്താമണ്ഡലങ്ങളെ സൃഷ്ടിപ്പിന്റെ ആ ഒരു മഹാത്ഭുതത്തിലേക്ക് ഒരല്പസമയത്തേക്ക് ഞാൻ ആവശ്യപ്പെടുകയാണ്. അനാദ്യന്തനും സർവസ്ഥിതനും സദാജാഗരൂഹനും സർവാധിപതിയും സർവശക്തനും സൃഷ്ടാവും രക്ഷകനും ശിക്ഷകനും നിയന്താവും സർവജ്ഞനും വർണ്ണനാതീത ഗുണങ്ങളുടെ ഉടമയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ ഗുണങ്ങളാൽ പടക്കപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ പ്രകാശത്തെ അത്യന്തം സ്നേഹിക്കുകയും ആലമുൽ ഖുദ്സ് എന്ന പവിത്രമായ സ്ഥാനത്ത് അല്ലാഹുവിന്റെ തിരുസന്നിധിയിൽ താമസിപ്പിക്കുകയും സ്തുതികളാൽ ബഹുമാനിക്കുകയും ചെയ്തു. നമ്മുടെ കൊല്ലക്കണക്കനുസരിച്ച് 16,70,000 വർഷക്കാലം ആ നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ താമസിപ്പിക്കുകയും തിരുനബിയുടെ ഒളിവിനെ അതിനുശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒളിവിനെ മുത്തിച്ചിപ്പി പോലെയുള്ള ഒരു ചെപ്പിയിൽ അനേകം കാലം താമസിപ്പിച്ചു. അതിനുശേഷം അല്ലാഹു അവന്റെ മഹത്തായ തേജസ് കൊണ്ട് 10,000 മറകളെ യവനികളെ പടയ്ക്കുകയും ഓരോ മറയിലും 70,000 വർഷങ്ങൾ വീതം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒളിവിനെ ഇരുത്തി ആദരിപ്പിക്കുകയുണ്ടായി.
70,000 വർഷക്കാലം ഓരോ ഒളിവിലും, അങ്ങനെ 70,000 വർഷങ്ങൾ വീതം ഓരോ മറയിലും താമസിപ്പിച്ചുകൊണ്ട് 70,000 മറകളും അതിജീവിച്ചപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒളിവ് ഒരു വീർപ്പ് വിട്ടു. ആ വീർപ്പ് 4 ചിഹ്നങ്ങളായി മാറുകയും ആ ചിഹ്നങ്ങളാൽ അർശ്, കുർശ്, ലൗഹ്, ഖലം തുടങ്ങുന്നവയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടക്കുകയുണ്ടായി. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ആ നൂറിൽ നിന്നുമാണ് ഈ 4 പ്രതിഭാസങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടക്കുന്നത്. തദനന്തരം സാമീപ്യം എന്ന സങ്കേതത്തിൽ 12,000 വർഷക്കാലം ആ ഒളിവ് താമസിപ്പിച്ചു. അതിനെ തുടർന്ന് അല്ലാഹുവിന്റെ ജലാൽ എന്ന വീക്ഷണം ആ ഒളിവിൽ പതിയുകയും അപ്പോൾ ആ ഒളിവ് പ്രോജ്വലിച്ച് അതിൽ നിന്നും കനിവിന്റെ ചില തുള്ളികൾ ഇറ്റുവീഴുകയും ചില പ്രകാശരശ്മികൾ ഉയരുകയും ഉണ്ടായി. ആ പ്രകാശങ്ങളാൽ അംബിയാഇന്റെയും മുർസലുകളുടെയും മലക്കുകളുടെയും ആത്മാക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പടയ്ക്കുകയുണ്ടായി. എല്ലാം അല്ലാഹുവിന്റെ ഒളിവിൽ നിന്നുമാണ്. പിന്നീട് പ്രേമം എന്ന സങ്കേതത്തിൽ 12,000 വർഷക്കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒളിവിനെ വസിപ്പിച്ചുകൊണ്ട് സ്തുതികൾ നടത്തി. അല്ലാഹുവിന്റെ ജമാൽ എന്ന വീക്ഷണം പതിച്ചപ്പോൾ ഉത്ഭവിച്ച കനിവുകളാൽ മനുഷ്യരുടെയും ജിന്നുകളുടെയും ആത്മാക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. ആകാശഭൂമികളും സൂര്യചന്ദ്ര നക്ഷത്രാദിവാനഗോളങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നുമാണ് പടയ്ക്കുന്നത്. അതിനുശേഷം ഭയഭക്തിയുടെ സങ്കേതത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒളിവിനെ 12,000 വർഷക്കാലം അല്ലാഹു താമസിപ്പിക്കുകയും അഭ്യസനം നൽകുകയും ഉണ്ടായി. അവിടെ ആ ഒളിവിന് പരിപൂർണത്വം എന്ന അനുഗ്രഹം സിദ്ധിച്ചു. ആ കടാക്ഷത്തിന്റെ ഫലമായി ജ്ഞാനം, വണക്കം, രക്ഷ, ഉദക്കം എന്നിവ ഉത്ഭവിക്കുകയും ചെയ്തു. ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ പടച്ച തമ്പുരാൻ സൃഷ്ടിച്ച ആ നൂറിൽ നിന്നുമാണ്. പിന്നെ മഹിമാവ് എന്ന സങ്കേതത്തിൽ 12,000 വർഷക്കാലം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒളിവ് കഴിഞ്ഞുകൂടി. അവിടെ നിന്നും സിദ്ധിച്ച കടാക്ഷത്താൽ നന്മ തിന്മകൾ, സ്വർഗനരകങ്ങൾ തുടങ്ങിയ സകലമാന പ്രതിഭാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചു. അനന്തരം വിനയം, പൗരുഷം, ലജ്ജ, കൃപ, സ്നേഹം, ഒതുക്കം, വിജ്ഞാനം, തന്റേടം, സഹിഷ്ണുത, ക്ഷമ, സത്യം, ദാർഢ്യം എന്നിങ്ങനെ 12 മറകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചു. ഓരോ മറയിലും 1000 വർഷങ്ങൾ വീതം 12 മറകളിലായി 12,000 വർഷക്കാലം ആ ഒളിവ് കഴിഞ്ഞു കൂടുകയും വിവരണാതീതമായ നിലപാടുകളെ വിവരിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഒളിഞ്ഞും തെളിഞ്ഞും സ്ഥിതി ചെയ്യുന്ന 18,000 എന്ന് കണക്കാക്കപ്പെട്ട ലോകങ്ങളും അവയ്ക്ക് പുറമെ മറവിന്റെയും മറവിൽ സ്ഥിതി ചെയ്യുന്ന എണ്ണമറ്റ ലോകങ്ങളും തിരുമേനിയുടെ ഒളിവായി രൂപാന്തരപ്പെട്ടു. ശേഷം ആലമുൽ ജംഹൂത്ത്, ആലമുൽ ബാഹൂത്ത്, ആലമുൽ ഹാഹൂത്ത്, ആലമുൽ അർവാഹ്, ആലമുൽ മീസാൻ, ആലമുൽ അജ്സാം, ആലമുൽ ഇൻസാൻ എന്നീ 7 സ്ഥാനഘട്ടങ്ങളും അവക്ക് പ്രത്യേകം പേരുകളോട് കൂടിയ 40 വിഭാഗങ്ങളും ഉണ്ടായി. മുൽഹറുൽ അഥം,
കാമിലുൽ ഇൻസാൻ എന്നുള്ള ബഹുമതികൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ടു. ഈ പദങ്ങളുടെ അർത്ഥവ്യാപ്തി മുഹറുൽ അഥം കാമിലുൽ ഇൻസാൻ, ഈ പദങ്ങളുടെ അർത്ഥവ്യാപ്തി മനുഷ്യവചനങ്ങൾക്ക് പ്രാപ്യമല്ലാത്ത വിധം അത്യന്തം വിസ്തൃതമാണ്. അത് ആർക്കും അത് വിവരിക്കാൻ കഴിയാത്ത വിധം അത് ഭയങ്കരമായ ഒരു സംഭവമാണ്. സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള ഈ ഒരു മഹാത്ഭുതം നിങ്ങളുടെ ചിന്താമണ്ഡലങ്ങളെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അല്പം ആലോചിക്കാൻ വേണ്ടി നിങ്ങളുടെ മുമ്പിൽ ഇട്ടു എന്ന് മാത്രം. അന്ത്യപ്രവാചകനും സർവ്വലോകങ്ങൾക്കും അനുഗ്രഹവും മനുഷ്യരാശിക്ക് പരിപൂർണനും മാതൃകനുമായ ലോകത്തെ നിയോഗിക്കുവാൻ അല്ലാഹു ഉദ്ദേശിച്ചത് മൂലം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒളിവിനെ സശരീരിയാക്കുവാൻ അല്ലാഹു തആല തീരുമാനിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മലക്ക് അല്ലാഹുവിന്റെ ആജ്ഞപ്രകാരം മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി ഖബറടക്കം ചെയ്യുന്ന സ്ഥലത്തു നിന്നും ഒരു പിടി വെളുത്ത മണ്ണ് വാരി കൊണ്ടുവരുവാൻ പറയുകയും സ്വർഗത്തിലെ പരിശുദ്ധമായ അരുവികളിൽ കഴുകി ആ മണ്ണ് പവിത്രമാക്കുകയും ആ വാർത്ത സർവ്വലോകങ്ങളെയും ഗ്രഹിപ്പിച്ച ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിർദ്ദേശപ്രകാരം അവൻ നിർദ്ദേശിച്ച സ്ഥാനത്ത് ആ മണ്ണ് സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു. വീണ്ടും ആയിരം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടയ്ക്കുവാൻ അല്ലാഹു വേണ്ടുക വച്ചു. ഭൂമിയുടെ 7 തട്ടുകളിൽ നിന്നും മണ്ണെടുത്തു ചേർത്തുകൊണ്ട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീരത്തെ അല്ലാഹു തആല സൃഷ്ടിക്കുന്നു. ആ ശരീരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒളിവിനെ അഖദല്ലാഹു മീസാഖൻ നബിയ്യീൻ, നബിമാരിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കരാർ വാങ്ങുകയാണ്, ഒരു കരാർ സ്വീകരിക്കുകയാണ്. എന്താണ് ആ കരാർ? എന്താണ് ആ നിബന്ധന? എന്താണ് ആ പ്രവാചകന്മാരിൽ നിന്ന് അല്ലാഹു തആല വാങ്ങുന്നത്, സ്വീകരിക്കുന്നത്? ലമാ ആതൈതുകും മിൻ കിതാബിൻ വ ഹിക്മ, ഓ പ്രവാചകരെ, നിങ്ങൾക്ക് ഞാൻ പരിശുദ്ധമായ വേദഗ്രന്ഥങ്ങൾ നൽകുകയും വിജ്ഞാനങ്ങൾ നിങ്ങൾക്ക് പകർന്നു തരികയും പിന്നെ നിങ്ങൾക്ക് ഒരു പ്രവാചകൻ വന്നാൽ മുസദ്ദിഖൻ ലിമാ മഅകും, നിങ്ങളടുക്കലുള്ളതായ ആ വേദഗ്രന്ഥവും വിജ്ഞാനവും അതെല്ലാം സത്യമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് ഒരു പ്രവാചകൻ വന്നാൽ ലതുഅ്മിനുന്ന ബിഹി, ആ പ്രവാചകനെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുക തന്നെ ചെയ്യണം. ലതുഅ്മിനുന്ന ബിഹി, അല്ലാഹുവിന്റെ പ്രയോഗം, അല്ലാഹുവിന്റെ പ്രഖ്യാപനം തീർച്ചയായും നിശ്ചയമായും നിങ്ങൾ ആ പ്രവാചകനെ വിശ്വസിക്കുക തന്നെ ചെയ്യണം. വലതൻസുറുന്നഹു, നിങ്ങൾ ആ പ്രവാചകനെ സഹായിക്കുകയും ചെയ്യണം. ആ പ്രവാചകന് ധാരാളം പ്രതിസന്ധികൾ വരുമ്പോൾ, നാനാഭാഗത്തും ശത്രുക്കൾ ഉണ്ടാകുമ്പോൾ ആ പ്രവാചകന് സഹായിയായി താങ്ങും തണലുമായി നിങ്ങൾ നിലനിൽക്കുകയും സഹായിക്കുകയും ചെയ്യണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വ പ്രവാചകന്മാരോടും ഒരു കരാർ ചെയ്യുകയാണ്. എന്നിട്ട് അല്ലാഹു തആല ചോദിക്കുന്നു, ഖാല, അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അഅഖറബതും, നിങ്ങൾ എന്റെ ഈ കരാർ സ്വീകരിച്ചുവോ? വഅഖൽതും അലാ ദാലികും ഇസ്രി, നിങ്ങളുമായി ഞാൻ ചെയ്ത ഈ ഒരു ബന്ധം, ഈ ഒരു കരാർ നിങ്ങൾ സ്വീകരിച്ചുവോ? നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രവാചകന്മാരോടും ചോദിക്കുമ്പോൾ ഖാലൂ
എല്ലാ പ്രവാചകന്മാരും പറഞ്ഞു, അഖറർന, ഞങ്ങൾ സമ്മതിച്ചു, ഞങ്ങളത് അംഗീകരിച്ചു. ഖാല, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫശ്ഹദൂ വഅന മഅകും മിനശ് ശാഹിദീൻ. ഫശ്ഹദൂ, ഓ പ്രവാചകന്മാരെ, നിങ്ങളെല്ലാം സാക്ഷിയാൻ, നിങ്ങളെല്ലാവരും സാക്ഷിയാൻ. വഅന മഅകും മിനശ് ശാഹിദീൻ, ഞാനും നിങ്ങളോടൊപ്പം സാക്ഷിയാൻ. നിങ്ങൾക്ക് വേദഗ്രന്ഥവും വിജ്ഞാനവും നൽകി അതെല്ലാം അംഗീകരിച്ചുകൊണ്ടൊരു പ്രവാചകൻ വന്നാൽ അത് നിങ്ങൾ സ്വീകരിക്കുമെന്നും അംഗീകരിക്കുമെന്നും നിങ്ങൾ എന്നോട് കരാർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അനുയായികളോട് ഇത് പ്രഖ്യാപിക്കുകയും ചെയ്യണം. അത് നിങ്ങൾ അംഗീകരിച്ചുവോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാ പ്രവാചകന്മാരും അംഗീകരിക്കുകയും അവരുടെ അനുയായികളോട് ഉത്ബോധനം ചെയ്യുകയും ചെയ്തു. ഫമൻ തവല്ലാ ബഅദ ദാലിക, അങ്ങനെ ആരെങ്കിലും അതിനുശേഷം പിന്തിരിഞ്ഞു കളഞ്ഞാൽ ഫൗലൈക ഹുമുൽ ഫാസിഖൂൻ, അവരാണ് തെമ്മാടികൾ, അവരാണ് സത്യനിഷേധികൾ, അവരാണ് അക്രമികൾ എന്ന് വിശുദ്ധമായ ഖുർആൻ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അന്ത്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമനത്തെക്കുറിച്ച് ഈ ലോകത്ത് വന്ന സർവ പ്രവാചകന്മാരും ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചു പറഞ്ഞു, ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ള സർവ പ്രവാചകന്മാരും പറഞ്ഞു, ഒരു അന്ത്യപ്രവാചകൻ വരാനുണ്ട്. ആ പ്രവാചകൻ റഹ്മത്തുൽ ലിൽ ആലമീൻ, സർവലോകർക്കും അനുഗ്രഹമാണ്. ആ പ്രവാചകനെ വന്നാൽ അംഗീകരിച്ചു കൊള്ളണം. الذين آتيناهم الكتاب يعرفونه كما يعرفون أبناءهم. الذين آتيناهم الكتاب, വേദഗ്രന്ഥം നൽകപ്പെട്ടതായ അഹ്ലു കിതാബിന്റെ ആൾക്കാർ, യഹൂദന്മാർ, ക്രൈസ്തവർ, ക്രിസ്ത്യാനികൾ, അവർക്കെല്ലാവർക്കും അറിയാം. യഅരിഫൂനഹു, അവർക്കെല്ലാം ആ പ്രവാചകനെ അറിയാം. ഏതുപോലെ കമാ യഅരിഫൂന അബ്നാഅഹും, അവരുടെ സ്വന്തം മക്കളെ അറിയുന്നത് പോലെ, സ്വന്തം മക്കളെ അറിയുന്നത് പോലെ അന്ത്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് കഴിഞ്ഞുപോയ നബിമാർ അവരുടെ സമുദായത്തിന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും അറിയാം അന്ത്യപ്രവാചകർ ഒരാൾ വരാനുണ്ട് എന്ന് അവർ ഉത്ബോധനം ചെയ്തിട്ടുണ്ട്. അല്ലദീന ഖസിറു അൻഫുസഹും വഹും ലാ യുഅ്മിനൂൻ. എന്നാലോ അല്ലാഹുവിന്റെ റസൂൽ വന്നപ്പോൾ അത് അംഗീകരിക്കാത്ത തള്ളിക്കളഞ്ഞവർ അവർ സ്വശരീരത്തോട് തെറ്റ് ചെയ്തിരിക്കുന്നു. ആ സ്വശരീരത്തോട്, സ്വന്തത്തോട് തന്നെ അവർ അന്യായം ചെയ്തു. എന്തുകൊണ്ട്? സർവമാന പ്രവാചകന്മാരൻ ഈ ഒരു പ്രവാചകൻ വരുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചു കൊള്ളണമെന്ന് വിശുദ്ധമായ ഖുർആൻ വ്യക്തമായി പ്രഖ്യാപിക്കുന്നു. ഓരോ പ്രവാചകന്മാരും അവരുടെ അനുയായികളോട് പറഞ്ഞു, പക്ഷേ വിശ്വസിച്ചില്ല. അവരെല്ലാവരും തള്ളിക്കളഞ്ഞു. നിങ്ങൾക്കറിയില്ലേ, മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അന്ത്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് വരുന്നതിന് മുമ്പ് വന്ന പ്രവാചകനാണ് ഈസാ നബി. ഈസാ നബിയുടെയും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനില്ല. ഈസാ നബിക്ക് ശേഷം വരുന്ന പ്രവാചകൻ അത് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ പ്രവാചകനാകുന്ന റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്തോട് പ്രഖ്യാപിക്കുന്നു, വഇദ് ഖാല ഈസ ഇബ്നു മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ പുത്രൻ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, യാ ബനീ ഇസ്രായീൽ,
ഞാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. ഇസ്രായേൽ എന്ന സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് ഞാൻ എന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ അനുയായികളോട് പ്രഖ്യാപിക്കുകയാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത്, എനിക്ക് മുമ്പ് അവതരിക്കപ്പെട്ട തൗറാത്ത് എന്ന ഗ്രന്ഥം അത് സത്യമാണെന്ന് അംഗീകരിച്ചുകൊണ്ട്, അത് ദൈവിക ഗ്രന്ഥമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അത് തള്ളിക്കളയുകയല്ല. അത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇറക്കി കൊടുക്കപ്പെട്ട വേദഗ്രന്ഥമാണ് തൗറാത്ത്. ആ തൗറാത്ത് സത്യമാണ്, അത് അല്ലാഹുവിന്റെ വചനമാണ്, അത് അല്ലാഹുവിന്റെ കലാമാണ്. അത് അംഗീകരിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് ഞാൻ എന്ന് മഹാനായ ഈസാ ഇബ്നു മറിയം റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതിനുശേഷം വീണ്ടും മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ്, മുബശ്ശിറൻ വമുബശ്ശിറൻ ബിറസൂലി വമുബശ്ശിറൻ ബിറസൂലി, എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരാനുണ്ട്. ആ പ്രവാചകനെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്ന സുവിശേഷകനാണ് ഞാൻ എന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ്. എനിക്ക് ശേഷം മുസദ്ദിഖൻ മുബശ്ശിറൻ ബിറസൂലി, ഒരു പ്രവാചകൻ വരുമെന്നുള്ള സന്തോഷ വാർത്തയാണ് ഞാൻ നിങ്ങൾക്ക് അറിയിക്കുന്നത്. ബനൂ ഇസ്രായീൽ, ബനൂ ഇസ്രായീൽ, ബനൂ ഇസ്രായീൽ എന്ന് പറയുമ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ ഇസ്ഹാഖ് നബി, ഇസ്ഹാഖ് നബിയുടെ മകൻ യാഖൂബ് നബി, യാഖൂബ് നബിയുടെ പേരാണ് ഇസ്രായീൽ. ആ യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശേഷം വന്നതായ അനുയായികൾക്ക് പറയുന്നതാണ് ബനൂ ഇസ്രായീൽ. ഇസ്രായീൽ ഇസ്രായീൽ എന്ന് പറയും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ അനുയായികളോട് പ്രഖ്യാപിച്ചതാണ്, എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരാനുണ്ട്. എത്രത്തോളം? മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, അദ്ദേഹത്തിന്റെ പേര് അഹ്മദ്. അഹ്മദ് എന്ന് പേരുള്ള ഒരു പ്രവാചകൻ നിങ്ങളുടെ അടുക്കൽ വരുമെന്നുള്ള സന്തോഷ വാർത്ത ഞാൻ അറിയിക്കുന്നവനായിട്ടാണ് ഈ ലോകത്ത് ഭൂജാതനായത്. അങ്ങനെ അന്ത്യപ്രവാചകൻ ഭൂജാതനായപ്പോൾ മക്കാമണലാരുണ്യത്തിൽ ആമിനയുടെയും അബ്ദുള്ളയുടെയും മകനായി ലോകത്ത് ഭൂജാതനായി 40 വയസ്സായി. അവിടുന്ന് പ്രവാചകത്വം വാദിച്ചപ്പോൾ ആരും അംഗീകരിക്കാൻ തയ്യാറായില്ല. ജൂതന്മാരും ക്രൈസ്തവരും അത് നിഷേധിക്കുകയാണ്. വളരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി അന്ത്യപ്രവാചകൻ വന്നു ലോകത്ത്. ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, അന്ത്യപ്രവാചകനാണ്, റഹ്മത്തുൽ ലിൽ ആലമീനാണ് എന്ന് പറഞ്ഞ് ലോകത്ത് വന്നപ്പോൾ അവര് പറഞ്ഞു, ഹാദാ സിഹ്റുൻ മുബീൻ, ഇദ്ദേഹം മാരണശക്തിയുള്ള അതിഭയാനകരമായ വ്യക്തിയാണ്, പല അത്ഭുതങ്ങളും കാഴ്ചവെക്കുന്ന മാരണശക്തിയുള്ള ഭ്രാന്തനാണ്. ഇന്നക ലമജ്നൂൻ, അന്ത്യപ്രവാചകനെ കുറിച്ച് ഭ്രാന്തനാണെന്ന് മുദ്ര കുത്തി. നിങ്ങൾക്കറിയില്ലേ, വേദഗ്രന്ഥം നന്നായി പഠിച്ച, നന്നായി മനസ്സിലാക്കിയ ധാരാളം ജൂതന്മാരുണ്ടായിരുന്നു. അവർക്ക് മനസ്സിലായി തൗറാത്തിലും ഇഞ്ചീലിലും പറയപ്പെട്ട പ്രവാചകൻ അത് അറേബ്യൻ മണലാരുണ്യത്തിൽ ഭൂജാതനായ മുഹമ്മദ് എന്നും അഹ്മദ് എന്നും പേരുള്ള വ്യക്തിയാണ് എന്ന് പലരും മനസ്സിലാക്കി. അതിൽ പ്രഗത്ഭനായ വ്യക്തിയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു സലാം. ഇവരൊക്കെ ജൂതൻ പ്രമുഖരായിരുന്നു, വേദഗ്രന്ഥം പഠിച്ചവരായിരുന്നു. അവർക്കെല്ലാം അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് വ്യക്തമായും സ്പഷ്ടമായും അവർക്ക് അറിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ അബ്ദുല്ലാഹി ഇബ്നു സലാം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നു.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ സവിശേഷണങ്ങളും മനസ്സിലാക്കിയ തൗറാത്തിൽ നിന്നും പഠിച്ച പ്രഗത്ഭനായ ജൂത പണ്ഡിതനാകുന്ന ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തിയാണ് പിന്നെ അബ്ദുല്ലാഹ് ഇബ്നു സലാം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് അന്ത്യപ്രവാചകനാണ്, അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്റെ കുടുംബങ്ങളും വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ പ്രവാചകനെ, എന്നെയും എന്റെ കുടുംബത്തെയും അങ്ങ് സ്വീകരിച്ചാൽ. എന്നിട്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു സലാം എന്ന് പറയുന്ന മഹാൻ അവിടെ നിന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്നെ ഒരു റൂമിലേക്ക് പൂട്ടിയിടണം, ഒന്നുകൂടി മാറ്റി നിർത്തണം. എന്നിട്ട് മദീനയിലെ ജൂതന്മാരെ ഒന്ന് വിളിക്കണം. എന്നിട്ട് എന്നെ കുറിച്ചൊന്ന് അവരോട് ചോദിക്കണം, എന്നെ കുറിച്ചൊന്ന് ചോദിക്കണം പ്രവാചകരെ. അവരെന്ത് പറയുമെന്ന് അറിയാൻ നോക്കാമല്ലോ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിന്റെ ആ കൽപ്പന സ്വീകരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അബ്ദുല്ലാഹ് ഇബ്നു സലാമിനെ വീട്ടിന്റെ മറുഭാഗത്ത് മാറ്റി നിർത്തുകയും ജൂതന്മാരെ വിളിക്കുകയും അവരോട് ചോദിച്ചു, അബ്ദുല്ലാഹ് ഇബ്നു സലാം, അതായത് ഹുസൈർ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ജൂതന്മാരോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചപ്പോൾ ജൂതന്മാർ പറഞ്ഞു, ഹുസൈർ അദ്ദേഹം അഗാധ ജ്ഞാനമുള്ള പണ്ഡിതനാണ്, തൗറാത്ത് കാണാതെ പഠിച്ച, ഇഞ്ചീലും പഠിച്ച മഹാപണ്ഡിതനാണോ, പുരോഹിതനാണോ ഹുസൈൻ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സലാം എന്ന് പറയുന്ന വ്യക്തി ഓടി വന്ന് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, ഞാൻ അങ്ങയുടെ മതം വിശ്വസിച്ച ഒരു പരിപൂർണനായ ഒരു മുസ്ലിമാണ്. ഞാൻ മുസ്ലിമായി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്നക റസൂലുള്ളാഹ് എന്ന് ഞാൻ പ്രഖ്യാപിച്ചു. അതുകൊണ്ട് ജൂതന്മാരാകുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ഈ പ്രവാചകനെ കുറിച്ച് നിങ്ങളും വിശ്വസിക്കണം. കാരണം ഈ ഒരു പ്രവാചകനെ കുറിച്ച് നന്നായി ആ തൗറാത്ത് എന്ന ഗ്രന്ഥത്തിൽ പഠിച്ചവനാണ് ഞാൻ നിങ്ങൾക്ക് ഉത്ബോധനം ചെയ്തവനാണ്. അബ്ദുല്ലാഹി ഇബ്നു സലാം പറയും, അതുകൊണ്ട് നിങ്ങളും ഈ പ്രവാചകനെ അംഗീകരിക്കണം, ഈ പ്രവാചകനെ വിശ്വസിക്കണം. അപ്പോൾ അവരുടെ സ്വഭാവം മാറി, ജൂതന്മാരുടെ സ്വഭാവം മാറി. ഏ അബ്ദുല്ലാഹി ഇബ്നു സലാം, നീ കള്ളനാണ്, നികൃഷ്ടനാണ്, നീ വഞ്ചകനാണ്, അവിടെ തള്ളിപ്പറയുകയുണ്ടായി. അപ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ പറഞ്ഞില്ലേ ജൂതന്മാരെ വിശ്വസിക്കാൻ പാടില്ല, ജൂതന്മാരെ വിശ്വസിക്കാൻ കൊള്ളൂല, അവർ വഞ്ചകന്മാരാണ്, അവർ ഏറ്റവും വലിയ ദുഷ്ടന്മാരാണ്, അവരെ ഒരിക്കലും വിശ്വസിക്കരുത്. അല്പം മുമ്പ് എന്നെ കുറിച്ച് ധാരാളം വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്തു. ഞാൻ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അന്ത്യപ്രവാചകനെ കുറിച്ച് പറയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തപ്പോൾ ഞാൻ ഒന്നിനും കൊള്ളാത്തവനായി എന്ന് അബ്ദുല്ലാഹി ഇബ്നു സലാം പറഞ്ഞു. ജൂതന്മാരെ വിശ്വസിച്ചു പോകരുത്. വിശുദ്ധമായ ഖുർആൻ വ്യക്തമായും സ്പഷ്ടമായും പറഞ്ഞു, ജൂതന്മാർ വഞ്ചകരാൻ. അറിയില്ലേ, മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകനായി ലോകത്ത് പൂജാകനായി മറിയമിന്റെ മകൻ ഈസാ നബി അലൈഹിസ്സലാം, ഇന്നി റസൂലുള്ളാഹ് ആതാനിൽ കിതാബ വജഅലനി നബിയ്യാ വജഅലനി മുബാറകൻ ഐനമാ കുന്തു ഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ കുന്തു ഹയ്യാ. മഹാനായ ഈസ ഇബ്നു മറിയം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ടിലിൽ കിടക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, എനിക്ക് ഇഞ്ചീൽ എന്ന ഗ്രന്ഥം നൽകപ്പെടുന്ന ഒരു വ്യക്തിയാണ്, ഒരു പ്രവാചകനാണ് ഞാൻ എന്ന് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞപ്പോൾ ജൂതന്മാർ പറഞ്ഞു, അദ്ദേഹം ഒരിക്കലും പ്രവാചകനല്ല, കള്ളനാണ്, വഞ്ചകനാണ്, ജാരസന്തതിയാണ്. മറിയം ബീവി ജാരത്തിലൂടെ, വ്യഭിചാരത്തിലൂടെ പ്രസവിക്കപ്പെട്ട വ്യക്തിയാണെന്ന് ഒരു സങ്കേതവും ഇല്ലാതെ ബുഹ്താനൻ അളീമാ, വമ്പിച്ചതായ കളവും തെറ്റിദ്ധാരണയും വഞ്ചനയുമാണ് ഈ ജൂതന്മാർ പറഞ്ഞിട്ടുള്ളത് എന്ന്
വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നു. എന്നാലോ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഗ്രന്ഥവുമായി ലോകത്ത് ഭൂജാതനായ അന്ത്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോൾ ഒരു പ്രവാചകരെയും വിവേചനം കാണിച്ചിട്ടില്ല, ഒരു പ്രവാചകരെയും തള്ളിപ്പറഞ്ഞില്ല. മുഴുവൻ പ്രവാചകന്മാരെയും അംഗീകരിച്ചുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആനുമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിവർത്തനത്തിന്റെ പടഹത്തുന് മുഴക്കിയ വിശ്വവിമോചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നത്. ഖുൽ നബിയെ തങ്ങൾ പറയുക, ആമന്നാ ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. വമാ ഉൻസില അലൈനാ വമാ ഉൻസില അലാ ഇബ്രാഹിം വഇസ്മാഈൽ വഇസ്ഹാഖ് വയഅഖൂബ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അതുപോലെ തന്നെ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, യാഖൂബ് നബി അലൈഹിസ്സലാം, അവിടുത്തെ സന്താനങ്ങൾ, അവിടുത്തേതായ അനുചരന്മാർ എല്ലാവരിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അവർക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുന്നു. വന്നബിയ്യൂന മിർ റബ്ബിഹിം, തന്റെ അവരുടെ റബ്ബിൽ നിന്നും വന്ന എല്ലാ പ്രവാചകന്മാരെ കൊണ്ടും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വാസികളാണ്. ഒരൊറ്റ പ്രവാചകന്മാരെയും തള്ളിപ്പറയുന്നവരല്ല. വലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും, പ്രവാചകന്മാർ 1,24,000 പ്രവാചകന്മാർ ലോകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ പ്രവാചകനെയും ഞങ്ങൾ തള്ളിപ്പറയുന്നില്ല. എല്ലാ പ്രവാചകന്മാരെയും ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കണമെന്ന് ഇസ്ലാമിന്റെ കൽപ്പനയാണ്. ഒരു പ്രവാചകനെ തള്ളിപ്പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ മെമ്പർഷിപ്പ് ഇല്ല, അവൻ ഇസ്ലാമിൽ നിന്നും ഔട്ടാൻ. വിശുദ്ധമായ ഖുർആന്റെ പ്രഖ്യാപനമാണ്. വലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും വനഹ്നു ലഹു മുസ്ലിമൂൻ. സർവ്വ പ്രവാചകന്മാരെ കൊണ്ടും ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ അങ്ങനെ ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്. ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്. മുസ്ലിമായവർ മുസ്ലിം എന്ന് പറയണമെങ്കിൽ ഒരൊറ്റ പ്രവാചകനെയും വേർതിരിക്കാതെ എല്ലാവരും അല്ലാഹുവിന്റെ പ്രവാചകന്മാരാണെന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്ക് വേണം. അല്ലാഹുവിന്റെ ദീനല്ലാത്ത മറ്റൊരു ദീനിനെ, മറ്റൊരു മതത്തിനെ ആരെങ്കിലും അംഗീകരിക്കുകയാണെങ്കിൽ ഫലൻ യുഖ്ബല മിൻഹു, അവനിൽ നിന്നും അത് സ്വീകരിക്കപ്പെടുന്നതല്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, ദുനിയാവിൽ നിനക്കിഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കാം, നിനക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കാം. എന്നാൽ ഈ ദുനിയാവ് കഴിഞ്ഞാൽ നാളെ ഒരു ആഖിറമുണ്ട്. അവിടെ ചെല്ലുമ്പോൾ നിനക്ക് രക്ഷയില്ല. അവന്റെ കഠിന കഠോരമായ നരകാഗ്നിയിൽ വീണ് വെന്തൂരുകേണ്ടി വരും. നരകത്തിലാണ്, ശാശ്വതമായ നരകമാണ്. വിശുദ്ധമായ ഖുർആന്റെ അസന്നിഗ്ധമായ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് തന്നെ നാം എല്ലാവരും ഇസ്ലാം മതം ഉൾക്കൊള്ളണം. ഇസ്ലാം മതമാണ് അല്ലാഹുവിന്റെ മതം, അതാണ് സ്വീകാര്യ മതം, അതാണ് മുസ്ലിമിന്റെ വിശ്വാസം. ഒരൊറ്റ വ്യക്തിയെയും ഒരു മതത്തിനെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്നും വിശുദ്ധമായ ഖുർആൻ തന്നെ. ഒരു സത്യാന്വേഷി അവന് സത്യം മനസ്സിലാക്കാൻ അന്വേഷിക്കണം, പഠിക്കണം, പ്രപഞ്ചത്തിനെ കുറിച്ച് പഠിക്കണം, പ്രപഞ്ച പ്രതിഭാസങ്ങളെ കുറിച്ച് പഠിക്കണം. എന്നിട്ട് മതമേതാണെന്ന് കണ്ടെത്തണം. ആ മതത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് അവന്റെ മൂലപ്രമാണമാണ്. വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ വേർതിരിവില്ല, ദീനിൽ നിർബന്ധ കൽപ്പനയില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ നിർബന്ധ കൽപ്പനയില്ല, നിർബന്ധ മതപരിവർത്തനം ഇസ്ലാം അനുവദിക്കുന്നില്ല. അങ്ങനെ ആരെങ്കിലും വാള് കാണിച്ചുകൊണ്ട് നീ ഇസ്ലാമിലേക്ക് വാടോ എന്ന് പറഞ്ഞ് അവൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അവൻ മുസ്ലിം അല്ല എന്ന് തന്നെയാണ് വിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രഖ്യാപനം. ഒരു മനുഷ്യൻ മുസ്ലിമാണെന്നുണ്ടെങ്കിൽ അവൻ പരിശുദ്ധമായ ഇസ്ലാം അതിനെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും അത് സത്യമാണ് സ്വമേധ അംഗീകരിച്ചുകൊണ്ട് സ്വമനസ്സാലെ ആരുടെയും നിർബന്ധത്തിന് വഴങ്ങാതെ ഒരു പെണ്ണിനെ സ്നേഹിച്ചു, ആ പെണ്ണിനെ കെട്ടണമെങ്കിൽ അത് ഇസ്ലാം ആകണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ മുസ്ലിമായി. അങ്ങനെ പാടില്ല. ആ ഒരു ഇസ്ലാമും പരിശുദ്ധ ദീനുൽ ഇസ്ലാം, ഞങ്ങളുള്ള ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് ആവശ്യമില്ല. വിശുദ്ധമായ ഇസ്ലാം പ്രഖ്യാപിക്കുന്നു, ലാ ഇക്റാഹ ഫിദ്ദീൻ,
ദീനിൽ നിർബന്ധ കൽപ്പനയില്ല. അങ്ങനെ ലവ് ജിഹാദ് പറഞ്ഞുകൊണ്ട് പലരും രംഗത്ത് വരാറുണ്ട്, ഇസ്ലാമിനെതിരെ കുതിര കയറാറുണ്ട്. പരിശുദ്ധമായ ഇസ്ലാം പരിശുദ്ധമാണ്. ആ ഇസ്ലാം പ്രഖ്യാപിക്കുന്നത് ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ നിർബന്ധ പരിവർത്തന കൽപ്പനയില്ല. ഖദ് തബയ്യന അർ-റുശ്ദു മിനൽ ഗയ്, അക്രമത്തിൽ നിന്നും അനീതിയിൽ നിന്നും സത്യവും നീതിയും ബോധവും വേർതിരിച്ച് മനസ്സിലാക്കി തരാൻ അന്ത്യപ്രവാചകൻ വന്നു കഴിഞ്ഞു. ഇനി നിങ്ങൾ അതിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ കൽപ്പനയാണ്. അതനുസരിച്ച് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ലോകം കാത്തിരുന്ന പ്രവാചകൻ, ആ പ്രവാചകന്റെ വരവിനെ കുറിച്ച് എല്ലാവരും പറയുകയുണ്ടായി, എല്ലാവരും പ്രഖ്യാപിക്കുകയുണ്ടായി. ആമിന ബീവി റളിയല്ലാഹു അൻഹാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ തിരുവൊളിവിനെ ഗർഭം ചുമന്നപ്പോൾ ആമിന ബീവി റളിയല്ലാഹു തആല അൻഹയുടെ നെറ്റിത്തടം പ്രകാശിക്കുകയാണ്. ആമിന ബീവിക്ക് വല്ലാതെ സന്തോഷമാണ്. മറ്റുള്ള സ്ത്രീകളുടെ ഗർഭം പോലെയുള്ള ആമിന ബീവിയുടെ ഗർഭം, ആമിന ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഗർഭം അത് മഹാത്ഭുത ഗർഭമാണ്. ഒന്നാമത്തെ മാസത്തിൽ തന്നെ, ഒന്നാം മാസം മഹാനായ അബ്ദുൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ആമിന ബീവിയോട് പറയുന്നു, യാ ആമിന, അവിടെ നിന്ന് ഗർഭം ചുമന്നിരിക്കുന്നത് റഹ്മത്തുൽ ലിൽ ആലമീൻ അന്ത്യപ്രവാചകനാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് അവിടെ നിന്ന് ഗർഭം ചുമന്നിരിക്കുന്നത്. രണ്ടാമത്തെ മാസമായപ്പോൾ മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് പറഞ്ഞു, യാ ആമിന, അവിടെ നിന്ന് ഗർഭം ചുമന്നിരിക്കുന്നത് റഹ്മത്തുൽ ലിൽ ആലമീൻ സർവ്വലോകത്തിനും അനുഗ്രഹമായ റഹ്മത്തുൽ ലിൽ ആലമീനായ അന്ത്യപ്രവാചകനെയാണ് ഗർഭം ചുമന്നിരിക്കുന്നത്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം മൂന്നാം മാസം വന്നു. നാലാം മാസം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. അഞ്ചാം മാസം ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. ആറാം മാസം മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഏഴാം മാസം മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. എട്ടാം മാസം മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഒൻപതാം മാസം മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. അവിടെ ആമിന ബീവിയോട് പറയുന്നു, യാ ആമിന, അങ്ങ് ഗർഭം ചുമന്നിരിക്കുന്നത് റഹ്മത്തുൽ ലിൽ ആലമീൻ റഹ്മത്തുൽ ലിൽ ആശിഖീൻ മുറാദുൽ മുസ്താഖീൻ സംശുൽ ആരിഫീൻ സിറാജുസ് സാലിഖീൻ മിസ്ബാഹുൽ മുഖറബീൻ മുഹിബ്ബുൽ ഫുഖറാഇ വൽ മസാകീൻ. അങ്ങനെയുള്ള വലിയ ഒരു പ്രതിഭാസത്തെയാണ് അങ്ങ് ഗർഭം ചുമന്നിരിക്കുന്നത്. ആമിന ബീവി ഗർഭം ധരിക്കാൻ സമയത്ത് തന്റെ ശരീരത്തിൽ നിന്നും ഒരു പ്രകാശം അങ്ങ് നിർഗളിക്കുകയുണ്ടായി. ആ പ്രകാശം മുഖേന മഹദിയായ ആമിന ബീവി റളിയല്ലാഹു അൻഹാ അങ്ങകലെ കൈസർ പെർഷ്യൻ രാജാവിന്റെ കൊട്ടാരം, അവിടെയുള്ള മണിമേടകൾ എല്ലാം ബഹുമാനപ്പെട്ട മഹദിയവർകൾ കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രകാശത്തിൽ നിന്നും വന്ന ഉൾക്കാഴ്ചയാണ് മഹദിയവർകൾ പറയുകയാ. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ ലോകത്തെ പൂജാതനായ തന്നെ മഹാത്ഭുതമാണ്. സുജൂദിലായി കൊണ്ടാണ് പൂജാതനാകുന്നത്. കർമ്മം ചെയ്യപ്പെട്ടവരായിട്ടാണ്, കണ്ണിൽ സുർമ ധരിക്കപ്പെട്ടവരായിട്ടാണ്, നഗ്നത മറക്കപ്പെട്ടവരായിട്ടാണ് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തെ പൂജാതനായത്. അല്ലാഹുവിന്റെ റസൂൽ ലോകത്തെ പൂജാതനായ സമയത്ത് അത്ഭുതമേ അത്ഭുതം, എല്ലാ മഹാത്ഭുതം. ജൂതന്മാര്, വേദഗ്രന്ഥം പഠിച്ച ജൂതന്മാര് അവിടെ നിന്ന് മനസ്സിലാക്കുകയാണ്. അവരുടെ ഗ്രന്ഥങ്ങൾ പറയപ്പെട്ടിട്ടുണ്ടായിരുന്നു, മുഹമ്മദ് നബി അറേബ്യൻ മണലാരണ്യത്തിൽ ജനിക്കുന്ന മുഹമ്മദ് നബി ജനിക്കുന്ന ദിവസം ഒരു നക്ഷത്രം പുറപ്പെടും, ഒരു നക്ഷത്രം പ്രത്യക്ഷപ്പെടും. ആ നക്ഷത്രത്തിനെ കണ്ട മാത്രയിൽ ഇത് മനസ്സിലാക്കിയ ചില ജൂതന്മാർ, മക്കയിൽ കച്ചവടക്കാരനായിരിക്കുന്ന ജൂതൻ അവിടെയുള്ള മക്ക നിവാസികളോട് ചോദിക്കുന്നു, കാബയുടെ അടുത്ത് വന്നുകൊണ്ട് ചോദിക്കുന്നു, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളിൽ ഒരു കുട്ടി ഇന്ന് ജനിച്ചിട്ടുണ്ടോ?
ജനിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ അവിടുന്ന് അവർ പറയുന്നു, അറിയില്ല. ഇന്ന് ഒരു കുട്ടി, ഒരു അത്ഭുത കുട്ടി, ലോകത്തിന് അനുഗ്രഹമായ ഒരു കുട്ടി ഇന്ന് ജനിച്ചിട്ടുണ്ടാകണം, അത് നിങ്ങൾ അന്വേഷിക്കണം. അങ്ങനെ ഖുറൈശികൾ അവിടെ വീട്ടിൽ പോയി അന്വേഷിച്ചു, ഇങ്ങനെ ഒരു കുട്ടിയുടെ ജന്മം ഇന്നുണ്ടായിട്ടുണ്ടോ എന്ന്. അങ്ങനെ അന്വേഷിച്ചപ്പോൾ ആമിന പ്രസവിച്ചു. അബ്ദുള്ളയുടെ മകൻ ആമിനക്ക്, അബ്ദുള്ളയുടെ മകനായി ആമിന പ്രസവിച്ച ഒരു ആൺകുഞ്ഞുണ്ട്. അപ്പോഴത്തേക്കും അവർ അത്ഭുതപ്പെട്ടു. നേരെ ആ ദൂതനായ മനുഷ്യനെ ചെന്ന് പറഞ്ഞു, അതെ, നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു കുഞ്ഞ് ഇന്ന് ജനിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിനെ കുറിച്ച് മനസ്സിലാക്കണം. ആ ദൂതൻ പറഞ്ഞു, എന്നെ ആ വീട്ടിലേക്ക് കൊണ്ടുപോകൂ. ദൂതനായ മനുഷ്യൻ അങ്ങ് പ്രസവിക്കപ്പെട്ട ആമിന ബീവി പ്രസവിച്ച ആ കുഞ്ഞിന്റെ അടുക്കൽ ചെന്നു വീക്ഷിച്ചു. മഹാത്ഭുതമേ, തൗറാത്തിലും ഇഞ്ചീലിലും പറഞ്ഞ കുഞ്ഞു തന്നെയല്ലേ? ഒന്നുകൂടി പരിശോധിക്കാം. അല്ലാഹുവിന്റെ റസൂലിന്റെ പിരടി, അവിടുത്തെ മേക്കുഭാഗം ഒന്ന് നോക്കി, ബോധരഹിതനായി വീഴുപോയി. എന്തേ കാരണം? ബോധരഹിതനായി വീഴുവാനുള്ള കാരണം അന്ത്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് പൂജാതനായാൽ അതിന്റെ അടയാളമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ മുഖേന അല്ലാഹുവിന്റെ റസൂലിന്റെ പിറകിൽ ഒരു സീൽ വെച്ചിട്ടുണ്ട്. ആ സീലുണ്ടോ എന്നാണ്, മുദ്രയുണ്ടോ എന്നാണ്, ഖാത്തമുണ്ടോ എന്നാണ്. ആ മനുഷ്യനെ നോക്കിയപ്പോൾ തൗറാത്തിൽ പറഞ്ഞ, ഇഞ്ചീലിൽ പറഞ്ഞ അതേ ഒരു മുദ്ര ആ കുട്ടിയുടെ പുരടിയിൽ കാണുന്നുണ്ട്. ഇത് കണ്ടപ്പോഴാണ് ബോധരഹിതനായത്. അതെ, ഇഞ്ചീലും തൗറാത്തും പറഞ്ഞ ആ കുഞ്ഞ് ലോകത്ത് പൂജാതനായിരിക്കുന്നു. അദ്ദേഹം വിഷമിക്കുകയും ബോധരഹിതനാകുവാനുള്ള കാരണം ബനൂ ഇസ്രായേൽ ഉണ്ടായിരുന്ന പ്രവാചകത്വവും വേദഗ്രന്ഥവും നഷ്ടപ്പെട്ടു, ഇനി ഇറങ്ങൂല, അറബികൾക്ക് കിട്ടിപ്പോയി എന്ന് അദ്ദേഹം ആശങ്കിച്ചു. ഈ പ്രവാചകനെ പല പ്രാവശ്യമായി ചരിത്രങ്ങളിൽ കാണാം, മുഹമ്മദിനെ വകവരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ജൂതന്മാർ. ചരിത്രത്തിൽ കാണാം. കാരണം അവർക്ക് അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. ചരിത്രവും സുദീർഘമാണ്. പ്രിയപ്പെട്ടവരെ, ബഹീറ എന്ന് പറയുന്ന ഒരു വേദഗ്രന്ഥം പഠിച്ച മഹാവ്യക്തിത്വം ഉണ്ടായിരുന്നു. ബഹീറ, മഹാനായ അബൂ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശത്രുക്കളിൽ നിന്നും സംരക്ഷിച്ച മഹൽ വ്യക്തിത്വമാണ്. അദ്ദേഹം പ്രത്യക്ഷത്തിൽ ഇസ്ലാം സ്വീകരിച്ചതായിട്ട് ഗ്രന്ഥങ്ങളിൽ കാണുന്നില്ല. പണ്ഡിതന്മാർ പല അഭിപ്രായമാണ്. മഹാനാണെന്നും റളിയല്ലാഹു അൻഹു പറയുന്ന പണ്ഡിതന്മാരുമുണ്ട് ബഹുമാനപ്പെട്ട അബൂ ത്വാലിബിനെ കുറിച്ച്. കാരണം അന്ത്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംരക്ഷണവും ശത്രുക്കളിൽ നിന്നും പീഡനങ്ങൾ ഏൽക്കാതെ കാത്തു സൂക്ഷിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് അബൂ ത്വാലിബ്. അബൂ ത്വാലിബ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവിന്റെ സഹോദരനാണ്, പിതൃ സഹോദരനാണ് അബൂ ത്വാലിബ്. അബൂ ത്വാലിബ് ഒരിക്കൽ സിറിയയിലേക്ക് കച്ചവടത്തിന് പോകുമ്പോൾ കൂട്ടത്തിൽ തന്റെ സഹോദരപുത്രൻ മുഹമ്മദിനെയും കൂട്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 12 വയസ്സ്. 12 വയസ്സുള്ളപ്പോൾ സിറിയയിലേക്ക് കച്ചവടത്തിന് അബൂ ത്വാലിബ് തന്റെ സഹോദരന്റെ പുത്രനാകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് യാത്ര പോയി ബുസ്ര എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി അവിടെ ഇരിക്കുകയാണ്. ആ സമയത്ത് അവിടെ ഒരു മഠം ഉണ്ടായിരുന്നു, ക്രൈസ്തവ ദേവാലയം. അവിടുത്തെ പുരോഹിതനാണ് ബഹീറ ഈ സംഘത്തിനെ ഒന്ന് വീക്ഷിച്ചു, ഒന്ന് മനസ്സിലാക്കി നോക്കിയപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു സന്ദേശവും ഒരു അത്ഭുതവും. എന്താണ് അത്ഭുതം? നോക്കുമ്പോൾ ആ സംഘത്തിന്റെ മുകളിൽ ഒരു മേഘം തണലിട്ടിരിക്കുന്നു. ആ സംഘം പോകുന്ന സ്ഥലത്ത് തണൽ. ഇതെന്തൊരു മഹാത്ഭുതം! അപ്പോൾ ബഹീറ ആ സംഘത്തിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഒരു സദ്യ ഒരുക്കാൻ തീരുമാനിച്ചു. എന്റെ വീട്ടിലാണ് ഇന്ന് നിങ്ങൾക്കുള്ള ഭക്ഷണം. അങ്ങനെ എല്ലാവരും, ചെറിയവരും വലിയവരും എല്ലാവരും, നിങ്ങൾ എന്റെ വീട്ടിലേക്ക് എന്റെ ക്ഷണം സ്വീകരിച്ച് ഭക്ഷണത്തിന് വരണം. എല്ലാവരെയും സ്വീകരിച്ചു, ഭക്ഷണം കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു
തിരച്ചിലുള്ള നോട്ടം. പക്ഷേ അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹം തിരയുന്നതായ വ്യക്തിയെ ആ സദസ്സിൽ അവരിൽ കാണുന്നില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? അതെ, ചെറിയ ഒരു കുട്ടിയുണ്ട്, മുഹമ്മദ് എന്ന് പേരുള്ള കുട്ടി. ആ കുട്ടി വരാൻ വിസമ്മതിച്ചു. ആ മരച്ചുവട്ടിൽ ഞങ്ങളുടെ സാമഗ്രികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയെ കൂടി വിളിക്കണം, അദ്ദേഹത്തിനെ മാത്രം നിങ്ങൾ ഒറ്റക്കാക്കിയിട്ട് വന്നത് ശരിയായില്ല. അങ്ങനെ ആദരവോടുകൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ബഹീറ കൂട്ടിക്കൊണ്ടുവന്നു അവിടെ ഇരുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 12 വയസ്സാണ് കുട്ടിയാണ്. ബഹീറ ചോദിക്കുകയാണ്, ലത്തയാണ് ഉസ്സയാണ്, മോനെ നിന്നോട് ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കും, അതിന് നീ വ്യക്തമായ മറുപടി പറയണം. അവിടെ നിന്ന് പറഞ്ഞു, ലത്തയാണ് ഉസ്സയാണ്, നിങ്ങൾ സത്യം ചെയ്ത് പറഞ്ഞ ആ ലത്തയും ഉസ്സയും ഞാൻ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്നതാണ്. അതുകൊണ്ട് ആ ലത്ത ഉസ്സ സത്യം ചെയ്ത് പറഞ്ഞ നിങ്ങളോട് ഞാൻ മറുപടിയും പറയുകയില്ല. അപ്പോൾ ആ ബഹീറ വീണ്ടും ചോദിച്ചു, അല്ലാഹുവിനെ തന്നെ സത്യം, നീ ഞാൻ ചോദിക്കുന്നതിന് ചില മറുപടി പറയണം. അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്ത് പറഞ്ഞപ്പോൾ ഓക്കേ, നിനക്ക് ചോദിക്കാം, മറുപടി പറയാം. ബഹീറ ഓരോന്നായി ചോദിച്ചു. അതിന് കൃത്യമായി മറുപടി അന്ത്യപ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ ബഹീറക്ക് മനസ്സിലായി, ഇത് തന്നെയാണ് അന്ത്യപ്രവാചകൻ. തൗറാത്തിൽ പറഞ്ഞ പ്രവാചകൻ, ഇൻജീലിൽ പറഞ്ഞ പ്രവാചകൻ, അത് ഈ വ്യക്തി തന്നെയാണ്. എന്നിട്ട് സ്വകാര്യമായി അബൂ ത്വാലിബിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ അബൂ ത്വാലിബ്, യാ അബാ ത്വാലിബ്, അബൂ ത്വാലിബേ ഇവിടെ വരണം. ഈ കുട്ടിയെ നിങ്ങൾ സൂക്ഷിക്കണം, ജൂതന്മാരെ സൂക്ഷിക്കണം. ഈ കുട്ടിയെ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ അപകടം പതിയിരിക്കുന്നുണ്ട്, അപകടം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം സൂക്ഷിക്കണമെന്ന് പറയുകയും അങ്ങനെ ബഹുമാനപ്പെട്ട അബൂ ത്വാലിബ് കച്ചവടങ്ങളെല്ലാം കഴിഞ്ഞ് ഭദ്രമായി തന്റെ മകനുമായി തിരിച്ചു പോകുമ്പോൾ പല ജൂതന്മാരും കണ്ടു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ കണ്ടു. കാണാൻ കഴിഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ് അവർക്ക് മനസ്സിലായി, ഇത് വിശുദ്ധമായ വേദഗ്രന്ഥത്തിൽ നമ്മുടെ തൗറാത്തിൽ പറഞ്ഞ കുട്ടിയാണ്. അതുകൊണ്ട് ഈ കുട്ടിയെ നമുക്ക് വിട്ടുകൂടാ, ഈ കുട്ടിയെ വകവരുത്തണം. ബഹീറയുമായി ആലോചിച്ചു ബഹീറയോട് ചോദിച്ചു, ഈ കുട്ടി നമുക്ക് വകവരുത്തണം. ബഹീറ പറഞ്ഞു, കഴിയില്ല, ഇത് അല്ലാഹുവിന്റെ തിരുദൂതനാണ്, അന്ത്യപ്രവാചകനാണ്, ലോകത്ത് സന്മാർഗദർശിയായി സർവ്വലോകർക്കും അനുഗ്രഹമായി അവതരിക്കപ്പെട്ട കുട്ടിയാണ്. കൊല്ലാനോ വകവരുത്താനോ കഴിയില്ല എന്നോ ആ ബഹീറ പറയുകയും അവരെ പിന്തിരിപ്പിക്കുകയും സുരക്ഷിതമായി മഹാനായ അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാട്ടിലേക്ക് കൊണ്ടുപോവുകയും പിന്നെ ഒരു കച്ചവട സ്ഥലത്തേക്കും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുപോയിട്ടില്ല. അതാണ് അന്ത്യപ്രവാചകരായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40 വയസ്സായപ്പോൾ അല്ലാഹുവിന്റെ ദിവ്യ സന്ദേശം എത്തുന്നു, പ്രവാചകരെ അങ്ങ് ഇനി മുതൽ പ്രബോധനം ചെയ്യണം, ഇസ്ലാമിന്റെ പ്രബോധനം അങ്ങ് നടത്തണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ലോകത്ത് ആരാധനക്കർഹൻ അല്ലാഹ് അല്ലാതെ മറ്റാരുമില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണെന്നുള്ള വാർത്ത ലോകത്തോട് പ്രഖ്യാപിക്കണം. സ്വന്തം കുടുംബങ്ങളെ വിളിച്ചു വരുത്തി മലയുടെ മുകളിൽ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യാ ഖുറൈശ്, ഈ മലയുടെ പുറകിൽ നിന്നും ഒരു സംഘം, ഒരു സൈന്യം നിങ്ങളെ കൊല്ലുവാനും നിങ്ങളോട് പോരടിക്കുവാനും യുദ്ധം ചെയ്യുവാനും വകവരുത്തുവാനും വരുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവർ പറഞ്ഞു, അതെ, ഇതുവരെയും 40 വർഷക്കാലമായി കളവ് പറയാത്ത, തമാശക്ക് പോലും കളവ് പറയാത്ത അൽ അമീൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വിശ്വസ്തനായ വ്യക്തിയാണ് നിങ്ങൾക്കറിയാം. എങ്കിലിതാ ഞാൻ നിങ്ങളോട് പ്രഖ്യാപിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇസ്ലാമിന്റെ പ്രഥമ പ്രബോധന പ്രവർത്തനം അങ്ങ് തുടങ്ങിയപ്പോൾ എല്ലാവരും അവിടെ നിന്ന് നിഷേധിക്കുകയാ. കൂട്ടത്തിൽ തന്റെ പിതൃവ്യൻ തന്നെ അബൂലഹബ്, മുഹമ്മദ്, എന്ത് നികൃഷ്ടമായ വാക്കാണ് നീ പറഞ്ഞത്, നീ നശിച്ചു പോയെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം നോക്കി പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല
ഇഷ്ടപ്പെട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് നീ നശിച്ചു പോകട്ടെ എന്ന് അബൂ ലഹബ് പറഞ്ഞപ്പോൾ അവിടുന്ന് തിരിച്ചടിച്ചു അല്ലാഹു തബ്ബത് യദാ അബീ ലഹബ്, അബൂ ലഹബിന്റെ കരങ്ങൾ നശിക്കട്ടെ, അവൻ നശിച്ചു പോകട്ടെ. തിരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂലിനെ നിശിദ്ധമായി വിമർശിച്ച ആ മനുഷ്യനെ നികൃഷ്ടമായി വിമർശിക്കുകയുണ്ടായി. അവനും അവന്റെ ഭാര്യയും നരകാഗ്നിയിൽ വീണ് വെന്തുരുകേണ്ട വ്യക്തിയാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധനം അവിടെ നിന്ന് തുടങ്ങി അങ്ങനെ ഇസ്ലാമിലേക്ക് ആദ്യമായി വന്ന വ്യക്തിത്വമാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കുട്ടികളിൽ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, സ്ത്രീകളിൽ മഹദിയായ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹ. ഈ മൂന്ന് പേര് പ്രഥമ മുസ്ലിമീങ്ങളായി വന്നു. ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനം നടന്നു. അങ്ങനെ ഇന്ന് കാണുന്നത് പോലെ വലിയ ഇസ്ലാമിന്റെ വെളിച്ചം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാണുന്നു. ഇന്ന് ലോകത്ത് 1,30,00,000 വരുന്ന മുസ്ലിമീങ്ങളുടെ മുഅ്മിനീങ്ങളുടെ ചങ്കിലെ ചോരയായി, ഹൃദയത്തിന്റെ തുടുപ്പായി, കണ്ണിലെ കൃഷ്ണമണിയായി സൂക്ഷിക്കുന്ന അങ്ങകര മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയിലെ മണവാളനെ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ലോകത്ത് ഒരു പ്രവാചകനെയും ഒരു നേതാവിനെയും ഒരു അനുയായികളെയും ഇതുപോലെ വേറെ കാണാൻ സാധ്യമല്ല എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ വിശുദ്ധമായ ഖുർആൻ അസന്നിഗ്ധമായ രൂപത്തിൽ പ്രഖ്യാപിച്ചതാണ് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ ബാറകല്ലദീ ഹൗല നുരിയഹു മിൻ ആയാതിനാ. അന്ത്യപ്രവാചകരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്ക് അന്ത്യപ്രവാചകരെ പ്രയാണം നടത്തിയ പവിത്ര പരിശുദ്ധനാണ് അല്ലാഹുവിന്റെ റസൂൽ. പ്രയാണം ചെയ്ത മസ്ജിദാണ് മസ്ജിദുൽ അഖ്സ. മസ്ജിദുൽ അഖ്സ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട 3 പള്ളികളിൽ ഒരു പള്ളിയാണ്. ആ പള്ളിയാണ് ഇന്ന് ജൂതന്മാർ അടക്കി വച്ചിരിക്കുന്നത്. ആ പള്ളിയിൽ ഒരു റക്അത്ത് നമസ്കരിച്ചാൽ അത് 500 റക്അത്തിന്റെ പ്രതിഫലമുണ്ടെന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനമാണ് ലോക മുസ്ലിമീങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത്. ആ മസ്ജിദുൽ അഖ്സയ്ക്ക് വേണ്ടിയാണ് അവിടെയുള്ളതായ പ്രിയപ്പെട്ട പാവപ്പെട്ട സഹോദരന്മാർ പോരാടുന്നത്. മുസ്ലിമീങ്ങളുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചു കൊള്ളവച്ച് വച്ചിരിക്കുന്ന യഹൂദന്മാരുടെ കയ്യിൽ നിന്നും അത് പിടിച്ചു വാങ്ങുക എന്നുള്ളത് ഒരു മുസൽമാന്റെ കടമയാണ്, മുസൽമാന്റെ അത് ദൗത്യമാണ്. എന്തുകൊണ്ടെന്നാൽ അന്നകരെ ഫലസ്തീനിൽ മരിച്ചു വീഴുന്ന ഓരോ രക്തസാക്ഷികളും ഓരോ മുസൽമാനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒക്കെ സഹോദരനാണ്. എന്തുകൊണ്ടെന്നാൽ അവർ സ്വരാജ്യത്തിന് വേണ്ടി പോരാടുന്നു. ആ രാജ്യത്തുള്ള പള്ളി മുസ്ലിമീങ്ങൾക്കുള്ള പള്ളി, ഞാൻ നിസ്കരിക്കേണ്ട പള്ളി, നിങ്ങൾ നിസ്കരിക്കേണ്ട പള്ളി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് മഹാത്ഭുതമുള്ള പള്ളി, തലധാരമായ പ്രവാചകന്മാരും മഹത്വം കൽപ്പിച്ച പള്ളി. ആ പള്ളിയിൽ 2 റക്അത്ത് നമസ്കരിക്കുക എന്നുള്ളത് നമ്മുടെ ഒക്കെ ദൗത്യമാണ്, നമ്മുടെ ആഗ്രഹമാണ്, നമ്മുടെ പ്രാർത്ഥനയാണ്. اللهم ارزق لنا ركعتين قبل الممات في مسجد الأقصى. مسجد الأقصى 2 റക്അത്ത് നമസ്കരിക്കുവാനുള്ള തൗഫീഖ് നൽകണേ എന്ന്. ആ പള്ളിയാണ് നമുക്ക് മോശം പോയിരിക്കുന്നത്. ആ പള്ളിയാണ് കപട വിശ്വാസികളും ജൂതന്മാരും കൈയടക്കി വെച്ചിരിക്കുന്നത്. ആ പള്ളിയുടെ മോചനമാണ് ഫലസ്തീനിലുള്ള മക്കൾ ആവശ്യപ്പെടുന്നത്. ആ ഫലസ്തീനു വേണ്ടിയാണ് നാം ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നത്. ആ ഐക്യദാർഢ്യമാണ് നമ്മുടെ ഒക്കെ വിശ്വാസം. ആ വിശ്വാസമാണ് അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് അവിടുത്തെ പോരാളികളായി അറിയപ്പെടുന്ന പ്രിയപ്പെട്ട ഹമാസ് ചെറുപ്പക്കാർ അവർ പോരാടിക്കൊണ്ടിരിക്കുന്നത് സ്വരാജ്യത്തിന് വേണ്ടിയും സ്വരാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയും സ്വരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനും വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ പ്രാർത്ഥന
അല്ലാഹു തആല സ്വീകരിച്ചു എന്ന് പറയാം. നൊടികിടിയിൽ കൊന്നുകൊണ്ട് ആ രാജ്യം ഒന്നായി നശിപ്പിച്ചുകൊണ്ട് നമുക്ക് കയ്യിലാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് വന്ന ജൂത സൈനികർക്ക് തെറ്റുപറ്റിപ്പോയി. അവിടെ ഈമാൻ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് അവർക്ക് മനസ്സിലായി പോയി. എന്തുകൊണ്ട് 1-2 ദിവസം കൊണ്ട് ഇതാ നിങ്ങൾ ശരിയാക്കുമെന്ന് പറഞ്ഞു. 2 മാസം കഴിഞ്ഞിട്ടും ആ പോരാളികളെ തൊടാനോ വളർത്താനോ കഴിഞ്ഞില്ല. എല്ലാം പ്രയോഗിച്ചിട്ടും അവരുടെ യുദ്ധ സാമഗ്രികളും എല്ലാം അവർ പ്രയോഗിച്ചിട്ടും ഹമാസ് എന്ന് പറയുന്ന ആ പോരാളികളെ തൊടാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അവർ പരാജയപ്പെടുകയും അവസാനം കടലിലെ വെള്ളം കൊണ്ട് നിറച്ചുകൊണ്ട് ഇവരെ നമുക്ക് വകവരുത്താമെന്ന് പറഞ്ഞു. അവിടെയും പരാജയപ്പെട്ടു. ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്ന മഹാത്ഭുതം നമുക്കറിയാൻ കഴിഞ്ഞത് ജൂതന്മാർ സൈനികർ തന്നെ ഹമാസ് പോരാളികളെന്ന് വെടിവെച്ച് കൊന്നതായ ആ വ്യക്തികളും അവരുടെ ആൾ തന്നെ ജൂതന്മാർ തന്നെ. ജൂതൻ പടയാളികൾ കൊന്നതും ജൂതന്മാരെ തന്നെ. അവർക്ക് അബദ്ധം പറ്റിപ്പോയി എന്ന് അവർ നാണം കെട്ട് തലകുറിച്ചിരിക്കുകയാണ്. അവർക്കൊരു വട്ടമായി പറയുന്നത് പാവപ്പെട്ട സ്ത്രീകളെയും മുസ്ലിമീങ്ങളെയും സ്ത്രീകളെയും കുട്ടികളെയും നിഷ്ഠൂരമായി വകവരുത്തിക്കൊണ്ട് ഇതൊരു യുദ്ധവിജയമായി പ്രഖ്യാപിക്കുന്ന ഏറ്റവും ലോകത്തെ ഏറ്റവും വലിയ പേരിത്തുണ്ടന്മാരാണെന്ന് പറയാൻ നമുക്ക് കഴിയണം. കാരണം ഇത് നമ്മുടെ വിശ്വാസ പ്രമാണമാണ്. നാം എന്തുകൊണ്ട് ഫലസ്തീനെ സ്നേഹിക്കുന്നു എന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് ഏതെങ്കിലും ചാനലിൽ ഏതെങ്കിലും വൃത്തികെട്ടവൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞങ്ങളുടെ വിശ്വാസമാണ്, ഞങ്ങളുടെ സഹോദരന്മാരാണ്. അൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങൾ പരസ്പരം സഹോദര്യമാണ്, സഹോദരനാണ്. എന്റെ സഹോദരൻ സംഭവിക്കുന്ന എന്തെങ്കിലും ദുഃഖം എന്റെയും ദുഃഖമാണെന്ന് പഠിപ്പിച്ചു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ വിശ്വാസമാണ്, ആ ഒരു പ്രഖ്യാപനമാണ് ഞങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന രാജ്യം നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, തുടക്കത്തിൽ തന്നെ ഇസ്രായേലിനെ കൂട്ടുപിടിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്തു. പക്ഷേ എതിരുകൾ വന്നപ്പോൾ, എതിരഭിപ്രായം വന്നപ്പോൾ ഇസ്ലാമിന്റെ അല്ല ഇന്ത്യയുടെ പാരമ്പര്യം കളഞ്ഞു കുളിച്ചുകൊണ്ട് അത് നിങ്ങൾ ഫലസ്തീൻ തള്ളിപ്പറഞ്ഞപ്പോൾ അത് ഇന്ത്യയുടെ പാരമ്പര്യമാണ് നിങ്ങൾ തള്ളിക്കളഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇന്നും ഹമാസിനൊപ്പം, ഇന്ന് ഫലസ്തീൻ ജനതയോടൊപ്പം, അടിച്ചമർത്തപ്പെട്ട ജനതയോടൊപ്പം ഫലസ്തീനികൾക്ക് ഒരു സ്വന്തം രാജ്യം വേണമെന്നും യുദ്ധം നിർത്തണമെന്നും പറയുന്ന രാജ്യങ്ങളോടൊപ്പം നമ്മുടെ മഹത്തായ ഇന്ത്യ രാജ്യവും എത്തിപ്പെട്ടു എന്നുള്ളത് ഒരു സന്തോഷമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലസ്തീനിൽ പോരാടുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വിജയം നൽകുമാറാകട്ടെ. അവരുടെ രാജ്യം അവരുടെ കയ്യിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു കൊടുക്കുമാറാകട്ടെ. അവന്റെ പ്രത്യേകമായ സഹായം കൊണ്ട് ആ രാജ്യം സ്വതന്ത്രമായി സ്വന്തം രാജ്യമായി നിലനിൽക്കുവാനും ആ രാജ്യം സന്ദർശിക്കുവാനും ആ മഹത്തായ പള്ളിയിൽ നമസ്കരിക്കുവാനും സർവശക്തനായ തമ്പുരാൻ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾക്ക് തൽക്കാലം വിരാമം കൊടുക്കുകയാണ്. ഇനി അടുത്തതായി ബഹുമാനപ്പെട്ട സയ്യിദ് മുസമ്മിൽ സഖാഫി ഉസ്താദ് അവരുടെ അസ്ഹരി ഉസ്താദ് അവരുടെ പ്രസംഗമാണ് നടക്കാനുള്ളത്. ഉസ്താദ് സ്ഥലത്തെത്തിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ വൈദ്യവേളയിൽ ചെറിയൊരു പ്രാർത്ഥന നടത്തി ഈ ഉമ്മച്ചായുടെ മകൻ റളിയല്ലാഹു അൻഹുമ അവരുടെ കുരുത്തോബൃത്വത്തിനു വേണ്ടി അവരുടെ ആശീർവാദം ഉണ്ടാകാൻ വേണ്ടി അവരുടെ ഉർസ് നടക്കുന്നുണ്ടല്ലോ എന്ന നിലക്ക് അവരെ മുൻനിർത്തി തവസ്സുലാക്കി ചെറിയൊരു പ്രാർത്ഥന നടത്തി. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ ഈ വാക്കുകൾക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا كثيرا طيبا مباركا فيه على كل حال حمدا يندرج فيه حمد الأولين والآخرين. اللهم صل على سيدنا محمد وعلى آله وأهل بيته وصحبه وسلم. أرحم الراحمين രാജ സയ്യിദായ മലിക്കുൽ മുലൂക്കായ രാജാദി രാജനായ അടിയങ്ങളോട് കൃപയുള്ള യജമാനനായ അല്ലാഹ്, പടച്ചവനെ, ഞങ്ങൾ ഈ പതിരാ സമയത്ത് നിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഞങ്ങൾ പറയുകയും കേൾക്കുകയും ചെയ്തത് ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാഹ്.
ഈ മഹത്തായ പുണ്യമേറിയ പുണ്യനാട്ടിൽ ഭീമാ പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഭീമാ ഉമ്മച്ചയുടെയും മാഹീൻ അബൂബക്കർ വലിയുള്ളയുടെയും നാമധേയത്തിൽ അവരുടെ ആണ്ടുനേർച്ച നടക്കുന്ന ഈ സന്ദർഭത്തിൽ പടച്ചവനെ നിങ്ങളോടൊപ്പം സംസാരിക്കുവാനും സംവദിക്കുവാനും ഈ സദസ്സിൽ പോലെ നിൽക്കുവാനും തൗഫീഖ് നൽകിയ ജഗന്യന്താവായ തമ്പുരാൻ ആയിരം സ്തുതി കീർത്തനങ്ങൾ അർപ്പിക്കുകയാണ്. യാ അല്ലാഹ്, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടേതായ അമലുകൾ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്നും വന്നുപോയ മുഴുവൻ പാപങ്ങളും പൊറുക്കണേ അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായ പാപങ്ങൾ ഞങ്ങളിൽ നിന്നും വന്നുപോയിട്ടുണ്ടെങ്കിൽ പടച്ചവനെ നീ മാപ്പാക്കണേ അല്ലാഹ്. നീ പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞു പോയ ധാരാളം ഉമ്മപെങ്ങന്മാരുണ്ട്, ഞങ്ങളുടെ കുടുംബങ്ങളുണ്ട്. ഈ കാണുന്ന ഖബറിൽ, ഈ കാണുന്ന ശ്മശാനത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ധാരാളം കുടുംബക്കാരുണ്ട്. ഞങ്ങളുടെ പിതാക്കന്മാരുണ്ട്, സഹോദരന്മാരുണ്ട്, ഞങ്ങളുടെ മുൻഗാമികളുണ്ട്. ഈ മനോഹരമായ പള്ളിക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച മുൻഗാമികളും പ്രമാണികളുമുണ്ട്. പടച്ചവനെ അവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. പടച്ചവനെ അല്ലാഹ്, ഞങ്ങളിൽ പലരും പല നിലക്കുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും കൊണ്ട് കഷ്ടപ്പെടുന്നവരാ. ഞങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ദൂരീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹ്. പലവിധ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരാ, പലവിധ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ്. പലവിധ രോഗവുമായി സങ്കടവുമായി ഈ മഖാമിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങളുണ്ട്. എല്ലാവർക്കും നീ ശമനം നൽകണേ അല്ലാഹ്. എല്ലാവർക്കും നീ സഹനം നൽകണേ അല്ലാഹ്. എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാഹ്. മാരകമായ ഭീകരമായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് ഉമ്മച്ചായുടെയും അവിടുത്തെ സീമന്തപുത്രൻ സയ്യിദുനാ മാഹീൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും ഭാവമസ്താൻ തങ്ങളുടെയും ഹഖ്ജാഹ് ബറക്കത്ത് കൊണ്ട് സമ്പൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ അവയവങ്ങൾ കീറിമുറിക്കുന്ന മാറാവ്യാധി രോഗങ്ങൾ തരല്ല അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ തകർന്നു പോകുന്ന മാറാവ്യാധി രോഗങ്ങൾ തരല്ല അല്ലാഹ്. ഞങ്ങളുടെ ഉപ്പമാര്, മാതാപിതാക്കൾ, സഹോദരന്മാര് പലവിധ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവര്, പടച്ചവനെ ദുആ കൊണ്ട് വസിയത്ത് നൽകിയവര്, അവരുടെ എല്ലാവിധ രോഗങ്ങൾക്കും സമ്പൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്. പടച്ചവനെ, വലിയ വലിയ രോഗങ്ങൾ, ഡോക്ടർമാർ കൈയൊഴിഞ്ഞ രോഗങ്ങൾ ഭീമാ ഉമ്മച്ചയുടെയും മഹാനവറുകളുടെയും ഹഖ്ജാഹ് ബറക്കത്ത് കൊണ്ട് നീ ശിഫ നൽകിയല്ല അല്ലാഹ്. ധാരാളം നൂറുകണക്കായ ആയിരക്കണക്കായ സംഭവങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ടാണല്ലോ നാനാജാതി മതസ്ഥർ ഈ ഭൂമിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭൂമി ജാതി മതഭേദമന്യേ സർവരും സ്വതരാവും വാഴുന്ന മാതൃസ്ഥാനമാണ്, സ്ഥലമാണ് ഈ ഭീമാ പള്ളി എന്നുള്ളത്. ഈ ഭീമാ ഉമ്മച്ചയുടെയും മാഹീൻ അബൂബക്കർ വലിയുള്ളയുടെയും ഹദ്റത്തിലേക്ക്, സമക്ഷത്തേക്ക് ഓടിയെത്തുന്നത്, പറന്നു വരുന്നത് അവരുടെ ആശീർവാദം വാങ്ങുവാനാണ്. അവരുടെ ഹഖ്ജാഹ് ബറക്കത്ത് കൊണ്ട്, അവരുടേതായ കൃപ കൊണ്ട് രോഗങ്ങൾക്ക് ശിഫ കിട്ടുവാനാണ്. യാ അല്ലാഹ്, അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് എത്രയോ ഭക്തജനങ്ങൾക്ക്, എത്രയോ നിരാലംബരായ നിരാശ്രയരായ രോഗികളായ ആൾക്കാർക്ക് അവിടുന്ന് ശമനം നൽകിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ, അവിടുത്തേതായ കറാമത്ത് കൊണ്ട് ധാരാളം രോഗങ്ങൾക്ക് ശിഫ നൽകിയിട്ടുണ്ട്. ധാരാളം ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടിട്ടുണ്ട്. മക്കളില്ലാത്തവർക്ക് മക്കൾ കിട്ടിയിട്ടുണ്ട്. പടച്ചവനെ, വിവാഹം കഴിക്കാൻ പ്രായമായിട്ടും മക്കൾക്ക് അനുയോജ്യമായ ഇണകളെ കിട്ടാതെ ബുദ്ധിമുട്ടായവർക്ക് പടച്ചവനെ നീ അനുയോജ്യമായ ഇണകൾ നൽകിയിട്ടുമുണ്ട്. അങ്ങനെയുള്ള മഹാത്ഭുതം നടന്ന രാജ്യമാണ്, നാടാണ് ഞങ്ങളുടെ ഈ നാട്. ആ ഉമ്മയുടെ ഗുരുത്വവും പൊരുത്തവും നൽകണേ അല്ലാഹ്. ഗുരുത്വവും പൊരുത്തവും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കടപ്പുറത്ത് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഉപജീവന മാർഗങ്ങളിൽ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക
إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.